നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യം കുറച്ച് ഫങ്ഷൻ വെയർ സാരി കാണാം, പിന്നെ സെമി ടെസർ കാന്താ പ്രിൻ്റ് കാന്താ വർക്ക് വരുന്നതുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇതേ അടിപൊളി വിസ്കോസ് ബനാറസിയുടെ പുതിയ ഒരു കളക്ഷൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സാരികൾക്ക് ഇവിടെ എനിക്ക് 100% ഉറപ്പാണ് സൂപ്പറായിട്ടും അടിയായിരിക്കും. കാരണം ഈ ഇപ്പോൾ വന്നേക്കുന്ന കോമ്പിനേഷൻസ് ഇത് സെയിം സാരി നമുക്ക് വന്നിട്ടില്ല, പക്ഷേ ഏകദേശം കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. ഷോപ്പിലൊക്കെ ശരിക്കും അതുപോലെ ഒരേ സാരിയെ പിടിച്ച് 3 പേര് നിന്ന് വെറുതെ തള്ളുന്നതല്ല, നിന്ന അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ വന്നേക്കുന്ന കോമ്പിനേഷൻസ്. അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിനൊന്നും അധികം സ്റ്റോക്ക് ഇല്ല എന്നുള്ളത്. സ്റ്റോക്ക് വെക്കാഞ്ഞിട്ടല്ല, സ്റ്റോക്ക് കിട്ടാഞ്ഞിട്ടാണ്. ഇതാണ് ആദ്യത്തെ സാരി. അതിൻ്റെ കൊണ്ടുവന്ന് താഴത്തെ ഈ വർക്ക് നിങ്ങൾ വർക്കല്ല, ബോർഡർ നോക്കി എന്നാ മനോഹരമായിട്ടുള്ള ബോർഡറാണ്. താഴത്തെ ബോർഡർ നല്ല വീതി, മുകളിലത്തെ ബോർഡർ ഇത്രയും വീതിയേ ഉള്ളൂ. മുകളിലത്തെ ബോർഡർ ഇത്രയും വീതി മതി, അതാണ് ഭംഗി. താഴത്തെ ബോർഡർ വീതി കൂടി. ഇനി അതിൻ്റെ മുന്താണി കാണിക്കാം. ഇതാണ് അതിൻ്റെ മുന്താണി. എന്നാ രസമാണെന്ന് നോക്കിയേ, അതിമനോഹരമല്ലേ. ഈ റേറ്റിന് ഇത്രയും മനോഹരമായിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത്രയ്ക്ക് ഭംഗി അതിൻ്റെ മുന്താണിയുടെ ആ ഒരു ഇതും എല്ലാം അടിപൊളിയായിട്ട് തിളങ്ങാം. പിന്നെ ഈ പറഞ്ഞ പോലെ മൾട്ടി പർപ്പസാണ്. നിങ്ങൾ കുറച്ച് പ്രാവശ്യം ഉടുക്കുക, അത് കഴിഞ്ഞ് ദാവണിയോ അതൊക്കെ തയ്ക്കുക. ബ്ലൗസ് വന്നിട്ട് റെഡ് കളറിൽ ബുട്ട. ഇതിപ്പം ചന്ദന കളറിൻ്റെ സൈഡിൽ റെഡ് ബോർഡറാണ്, നല്ല ചില്ലി റെഡ് ബോർഡർ. കണ്ടോ ബോർഡർ നോക്കി, ഇവിടുത്തെ ബോർഡർ കണ്ടോ എന്നാ രസമാണ്. ഇനി മേളത്തെ ബോർഡർ ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ, പറഞ്ഞറിയിക്കുക. എന്ന് വെച്ചാൽ ഈ സാരിയോടുള്ള എല്ലാവർക്കും പ്രിയം എന്നാന്ന് ചോദിച്ചാൽ ഇതൊട്ടും ഹെവി അല്ല, ഭയങ്കര വെയിറ്റ് തോന്നിക്കുന്ന ഒരു സാധനമല്ല, വണ്ണം കൂടുതൽ തോന്നിക്കുന്ന സാധനമല്ല. നല്ല ശരീരത്തോട്ട് ഒട്ടിക്കിടക്കുന്ന ഈ ബനാറസി ബോർഡറും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേനും പറയണ്ട, ഭയങ്കര ഭംഗിയാണ്. വിസ്കോസും ബനാറസിയും രണ്ടും ജനപ്രിയമായിട്ടുള്ള 2 സംഭവങ്ങൾ. അത് രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോൾ, വിസ്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും നല്ല വിസ്കോസ് എന്ന് പറഞ്ഞാൽ റേറ്റുള്ള മെറ്റീരിയലാണ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സാണ്. നമ്മുടെ ശരീരത്തോട് നല്ല ഇഴകി ചേർന്ന് കിടക്കും, എന്നാൽ നമുക്കൊട്ടും മെലിച്ചിൽ തോന്നത്തുമില്ല. കാരണം ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ടല്ലോ ഇതിൽ. അപ്പം ആ ഒരു വർക്കിൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. വർക്ക് മീൻസ് ബുട്ട, പിന്നെ ബോർഡർ, ഇതെല്ലാം. എന്നാൽ ബോഡിക്ക് നല്ല ഷേപ്പും തോന്നിക്കുന്ന അങ്ങനെ ഒരു ഇതാണ്. അതിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ വിസ്കോസിൻ്റെ മെറ്റീരിയലിന് അറിയാം, നല്ല ഡീപ്പാണ്. ഏത് കളറാണെങ്കിലും അതിൻ്റെ ഡീപ്നെസ് നല്ലതായിട്ട്, ഇപ്പോൾ ബ്ലാക്ക് എടുത്താലും റെഡ് എടുത്താലും അതിൻ്റെ നല്ല തീക്ഷ്ണമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്, ഡൈയിങ്. അപ്പോൾ അതും കൂടെ കൂടി വരുമ്പോഴത്തേനും വളരെ ഭംഗിയാണ്. ഇതുണ്ട് വെള്ളത്തെ ബോർഡർ ഇത്രേ ഉള്ളൂ, താഴത്തെ ബോർഡർ ഞാൻ കാണിച്ചല്ലോ. ഇത് ഭയങ്കര രസമാണ്. പിന്നെ ഇത് നിങ്ങൾ സാരിയെ കഴിഞ്ഞും കൂടുതൽ ഞാൻ സങ്കല്പിച്ച് നോക്കുന്നത് സ്കേർട്ടോ ദാവണി സെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ. മുന്താണി വന്നിട്ട് ഇത് അതിൻ്റെ 4 ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത്. കാണിക്കാനേ, അടുത്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് കാണിച്ച്. അടുത്ത് ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് ബോട്ടിൽ ഗ്രീന്, മെറൂണിഷ് റെഡ്. വെറും റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള റെഡ്. ഇതാണ് താഴത്തെ ബോർഡർ, ഇത് ബോഡിയിലെ ബുട്ട. ഇനി മുകളിലത്തെ ബോർഡർ വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയുള്ള ബോർഡർ. ഇനി അതിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ സെയിമാണ്. എല്ലാം മുന്താണിയുടെ ഡിസൈൻ പോലും എല്ലാം സെയിമാണ്. കളറുകളിലുള്ള കളർ കോമ്പിനേഷൻസിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. മുന്താണിയുടെ ഡിസൈന്, ബോർഡറിൻ്റെ ഡിസൈന്, മെറ്റീരിയൽ എല്ലാം സെയിം, കളർ മാത്രം ഡിഫറെൻറ്റ്. ഇതിൻ്റെ ബ്ലൗസും റെഡ് തന്നെ, മുമ്പേ കണ്ട ആ റെഡ് തന്നെ ബ്ലൗസ്. ഉണ്ടോ എന്നാ രസം നോക്ക്, നല്ല ഒട്ടിക്കിടക്കും. അതുപോലെ തന്നെ നല്ല നമുക്ക് എന്ത് കംഫർട്ടാണോ അത്ര കംഫർട്ടാണ്. നല്ല ബോഡിക്ക് നല്ല നമുക്കൊരു ഭാരമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നില്ല. വിസ്കോസ് ബനാറസ് ഇതിനോടകം എത്രയോ പേര് വാങ്ങിച്ചു. ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പം ഒത്തിരിയും പേര് വാങ്ങിച്ചു പല റേറ്റിൽ. ഇത് 10,000 നിങ്ങൾ ഈ സാരി കൊടുത്തിട്ട് ഇതിന് നല്ല റേറ്റ് 7,000 8,000 ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും
അതിശയോക്തി ഒന്നും പറയത്തില്ല, കാരണം ഇത് അതിനും മുകളിലേക്കുള്ള റേറ്റിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ഐസ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യത്യാസം കണ്ടെത്താൻ പറ്റുള്ളൂ. കാഞ്ചീപുരം സാരി പോലും തോറ്റുപോകും ഇതിൻ്റെ മുൻപിൽ. ഇനി പേസ്റ്റൽ ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ഇത് വ്യത്യാസപ്പെട്ട സാരിയാണേ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോർഡർ, ഗോൾഡൻ ബോർഡർ ആണെങ്കിൽ അത് ആ ബോഡിക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ സാരിക്ക്, പീച്ച് ഷെയ്ഡിൻ്റെ സാരിക്ക് മേളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും ഒരേ വീതിയാണ് ബോർഡറിന്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. നിങ്ങൾ എന്തിനാണ് കാഞ്ചീപുരം സാരിയൊക്കെ എടുക്കാൻ പോയിട്ട് 10,000-10,000 രൂപ കളയുന്നത്? അതിൻ്റെ സ്ഥാനത്ത് ഇതെടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ അതിമനോഹരം. കാണത്തില്ല, ഡിസൈൻ കാണത്തില്ല. ഇപ്പോൾ കാണാമോ? അതിനെന്തറിയോ, ഈ ഡിസൈൻ നേരെ കണ്ണിൽ കൂടെ കാണുമ്പോഴേ അത്രയും അതിൻ്റെ ഒരു മനോഹാരിത അറിയത്തുള്ളൂ. അതെന്ന് വെച്ചാൽ പീച്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്, പീച്ചിൻ്റെ ഒരു ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഈ ഗോൾഡും കൂടെ വന്നു കഴിയുമ്പം നല്ല ഭംഗിയാണ്. ഞാൻ ചുമ്മാ ഭംഗിയാന്ന് എടുപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ. ആരാധകരുടെ തഴുകലും തലോടലും ഏറ്റ് ഇങ്ങനെ മതിമറന്ന് നിൽക്കുന്ന ഐറ്റമാണ് ഇപ്പം വിസ്കോസ് ബനാറസ്. ഇത് വരും കണ്ടോ, ഇത് തന്നെയാണ് താഴത്തെ ബോർഡറും. സൂപ്പറല്ലേ? ഇത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ സാരിക്ക് നല്ല വഴക്ക് നടക്കും. എന്നുവെച്ചാൽ ഈ സാരിക്ക് വേണ്ടി, കാരണം ഞാൻ ഇത്രയും ദിവസത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ഇത് അടുത്തത് ലാവണ്ടറിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഷെയ്ഡ്, സൂപ്പർ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഒക്കെ ഉടുക്കുമ്പോഴത്തേനും നമുക്കൊരു സ്പെഷ്യൽ അട്രാക്ഷൻ ഉറപ്പായിട്ടും കിട്ടും. കാരണം അതിൻ്റെ ആ കളറും ആ കോമ്പിനേഷനും ആ മെറ്റീരിയലിൻ്റെ ഒരു ഭംഗിയും. ഞാനിങ്ങനെ ഘോരം നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാവോ? അത്രയ്ക്ക് നല്ലതായതുകൊണ്ട്. എനിക്കൊരു ഈ സാരി വാങ്ങിക്കുന്നവരോട് ഞാൻ ആദ്യം ഈ സാരി ഒന്ന് കാണിക്കട്ടെ, എന്നിട്ട് വാങ്ങിക്കുന്നവരോടുള്ള കാര്യം പറയാം. കാണിച്ചത് തെറ്റിപ്പോയല്ലോ ദൈവമേ. മുന്താണി ഉണ്ടോ, ഞാൻ രസം മുന്താണിന്ന് നോക്ക്. സാധാരണ വിസ്കോസിൻ്റെ മുന്താണി വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് കുറച്ച് മുന്താണിയായിട്ടാണ് വരുന്നത്. ഇത് പക്ഷേ ഇച്ചിരി അത്യാവശ്യമുണ്ട്, ഒത്തിരി കൂടുതലുമില്ല ഒട്ടും കുറവില്ല. ബ്ലൗസ് വന്നിട്ട് ഇതാ വയലറ്റ്, അതിൻ്റെ പ്ലെയിൻ ആകട്ടെ. പീച്ചിൻ്റെ ബ്ലൗസ് കാണിച്ചില്ല എന്ന് തോന്നുന്നു. പീച്ചിൻ്റെ പ്ലെയിന് എന്നിട്ട് ഇങ്ങനെ ബോർഡർ വരുന്നത്. ഇത് രണ്ടും സെയിം സാരിയാണ്, പീച്ചും ഇതും. കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി രണ്ടും സെയിം. കണ്ടോ നല്ല രസമല്ലേ? നല്ല കളറല്ലേ? ലാവണ്ടറിൻ്റെ ഒരു നല്ല ഷെയ്ഡ്, അല്ലെങ്കിൽ വയലറ്റിൻ്റെ ഒരു നല്ല ഷെയ്ഡ്, അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്. ഒട്ടും ഓവറും അല്ല, ഒട്ടും കുറഞ്ഞും പോകത്തില്ല. അതാണ് ഉർമീസ് അല്ല. അയ്യോ, മറ്റേ സെമി ടെസർ മറ്റേതാ. ഇനി നമുക്ക് സെമി ടെസറിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സാരി കാണാം. നിങ്ങൾക്കിത് ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ടെസറിന് ഒരിക്കലും ഏത് സമയത്തും ഇത് പോകത്തില്ല. അതായത് ടെസറിൻ്റെ ഫീൽ, ആ ടെസറിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ഫീല് ശരിക്കും കിട്ടുന്ന ഒരു സാരി. നിങ്ങൾ ആ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും. ഇതിൻ്റെ അടുത്തുകൊണ്ട് ഒറിജിനൽ ടെസർ വെച്ചാൽ നിങ്ങൾ കൈകൊണ്ട് പിടിച്ച് നോക്കിയാലല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അനുഭവസ്ഥയാണ്. അത്രയ്ക്ക് നല്ല ആ ഒരു ടെസറിൻ്റെ പടുപടുപ്പും കാര്യങ്ങളും. ഇങ്ങനെ ഇതായിട്ട് ഇതിൻ്റെ സെമി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെക്ക് ഡിസൈൻ പോലെ. ചെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സിക്സാഗ് പോലെയാണ്, എപ്പോഴും എവർഗ്രീൻ, ആർക്കും അത് ഇഷ്ടമില്ലാത്തില്ല. ഇത് ശരിക്കും ഇത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് ത്രെഡാന്ന് തോന്നും. ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്ന ത്രെഡല്ല, പക്ഷേ വീവിങ് അല്ല ഇത്. വീവിങ് ഡിസൈൻ അല്ല കേട്ടോ, വീവിങ് തന്നെയാണേ. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല സിമ്പിൾ ലുക്കാണ്. പക്ഷേ ആ ഒരു ടെസറിൻ്റെ ഇതും വരും, എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിലൊരു സൂപ്പർ, ഒരു ക്ലാസ് ലുക്ക്. ഭയങ്കരമായിട്ടുള്ള മേളങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഒരു ക്ലാസ് ലുക്കാണ് ഇത് നമുക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഇടുമ്പോൾ ബ്ലൗസ് വന്നിട്ട് അതിൻ്റെ ചെക്ക് ഡിസൈനാണ് ബോഡിക്ക് പോയിരിക്കുന്നത്. ബ്ലൗസ് ഇങ്ങനെ സ്ട്രൈപ്പ്, എന്നിട്ട് കയ്യിൽ ആ ഒരു കോപ്പർ ഷെയ്ഡിൻ്റെ ബോർഡർ. ഇതുണ്ടല്ലോ, ഇതിട്ടിട്ടൊക്കെ ഉണ്ടല്ലോ നല്ല കനത്തിലുള്ള മുത്ത് പിടിപ്പിച്ച പേളുമാലയില്ലേ, അങ്ങനത്തെ മാലയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഒരു കോഫി ബ്രൗണിൻ്റെ ഷെയ്ഡും
ഈ ടസറിനൊക്കെ അങ്ങനത്തേതാണ് ശരിക്കും ചേരുന്ന ഓർണമെൻറ്റ്സ്, ഒരിക്കലും ഗോൾഡല്ല. ടസറിൻ്റെ പ്യുവറാണേലും കൊള്ളാം, സെമി ആണേലും കൊള്ളാം. ഇപ്പോൾ പ്യുവറിനെ കഴിഞ്ഞ് ആൾക്കാർക്കെല്ലാം താല്പര്യം സെമിയാണ്. കാരണം പ്യുവറിന് എത്ര രൂപ കൊടുക്കണം? 5000 6000 തൊട്ടങ്ങ് പോവുമല്ലേ. അപ്പം എത്ര പ്രാവശ്യം കൊടുക്കും? ഇത് നല്ലൊരു ക്ലാസ് കളറാട്ടോ, ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ടുള്ളതാണ്. നല്ല ഇതിനും ഉണ്ട് ബോർഡറും കാര്യങ്ങളും ചെക്കും എല്ലാം ഉണ്ട്. നല്ലൊരു സ്റ്റഫാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ടസറാണോ, പ്യുവർ ടസറാണോ നമുക്ക്, ഞാൻ ചുമ്മാ പറയുന്നതല്ലോ കേട്ടോ, ഞാൻ സെമി ടസർ ഇഷ്ടം പോലെ കാണിക്കുന്നതല്ലേ, നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നല്ലൊരിത് ഇങ്ങനെ ചെറിയ ഗോൾഡൻ സറി ഉണ്ട്, ഈ കളറിലായതുകൊണ്ട് അറിയത്തില്ലാത്ത മുന്താണി വന്നിട്ട് ഇങ്ങനെ എല്ലാം സിമ്പിൾ പക്ഷെ എലിഗൻറ്റ് ആ പറയുന്നത്. $990. ഇതും അത് സെയിം ആണോ? വ്യത്യാസമുണ്ടോ? എന്ന് കാണിച്ച്. സെയിമോ? അല്ല, വ്യത്യാസമുണ്ട്. അയ്യോ, ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ അല്ലേ. നമ്പറുണ്ടല്ലോ അല്ലേ. ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡാണേ, ഡാർക്ക് ഷെയ്ഡ് ലാവണ്ടറിൻ്റെ. ഇത് ഈ 4 കളറും നല്ല സാരീസാണ്. ഞാനൊരു നോട്ടം ഇങ്ങോ സാരി കൊടുക്കുന്നവർക്കൊക്കെ ആണേലും എന്നാ അല്ലേ ശരിക്കും. ഇത് മുന്താണി ഇങ്ങനെ നല്ല സാധനം. ഇത് വരും ബ്ലൗസ് സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ പോകും, കയ്യിലൊരു ചെറിയതൊക്കെ ആയിട്ട്. ഇതിന് 2 കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട് നോക്കും. പക്ഷെ അടുത്തടുത്തിരിക്കുന്ന കാണുമ്പോഴേ അത് പിന്നെ ഏതാ ഇനിയുള്ളതാണോ ഇത്? അതും ഒന്നാണോ നോക്കി, റിപ്പീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതാണോ? എല്ലാം ലാവണ്ടറിൻ്റെ ഷെയ്ഡുകളാണല്ലോ ഇന്ന് മൊത്തം. ലാവണ്ടർ ഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ ഈ KG-യിലൊക്കെ പഠിക്കുമ്പം ഓരോ ഡേ വിടുകയല്ലേ. റെഡ് കളർ ഡേ, പീച്ച് ഡേ, പിള്ളേരെല്ലാ കളറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം, വൈറ്റ്. നല്ല രസമാണ്. അമ്മമാർക്ക് അവാർഡ് കളർ ഒപ്പിക്കാൻ. വീട്ടിൽ നമുക്കത്ര വലിയ ബിസി അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതും ലാവണ്ടറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, വൈറ്റ് ആ ഒരുത്തെ കൂടെ എടുത്തറിയാം. നല്ല സ്റ്റഫാണ് കേട്ടോ. എനിക്ക് ഈ സെമി ടസറിൻ്റെ സ്റ്റഫിനോടാണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയത്. ടസറല്ലെന്ന് ആരും പറയത്തില്ലാത്തൊരു സ്റ്റഫ് കേട്ടോ. പിന്നെ ടസറിനകത്ത് ഭയങ്കര എക്സ്പേർട്ടായിട്ട് ടസർ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഇത് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, പിടിച്ചു നോക്കണം. എന്നാലും അല്ലാതെ ഒറ്റ കണ്ടുകൊണ്ട് പറയത്തില്ല, അത് ഉറപ്പ്, വെറും ഉറപ്പല്ല, ഭയങ്കരമായ ഉറപ്പ്. എനിക്കിപ്പോൾ തമിഴ്നാട്ടുകാരും തമിഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇഷ്ടമാണെന്നറിയാമോ? എന്നാന്നറിയാമോ, ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ എനിക്ക് തമിഴ്നാട്ടുകാർ, ആ ഒരു ലൊക്കാലിറ്റിപ്പെട്ട ആൾക്കാർ എന്ത് സ്നേഹമുള്ളവരാണ്, എന്നാ നല്ല മനുഷ്യരാണ്. ഭയങ്കര എനിക്കിഷ്ടമായി. അവരെ സ്നേഹിച്ച ജീവൻ അവർക്ക് അല്ലേ, ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല. റെസ്പെക്ട് ദം. എന്താ മുന്താണി ഇതും ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. 2 വേറെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ബുക്ക് ചെയ്യാൻ വേണ്ടിയേ. ഇത് കാരണം എല്ലാം തമ്മിൽ നേരെ കണ്ണിൽ കാണുമ്പോൾ അടുത്തടുത്ത് വെക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. പക്ഷെ നല്ല സാമ്യത തോന്നിക്കും. ഇനി നമ്മുടെ കാന്താ കോട്ടൺ അല്ല, കാന്താ ടസറിൽ സെമി ടസറിൽ കാന്താ വർക്ക് ചെയ്ത് ഇത് കാണിക്കുമ്പോൾ ആർക്കും എന്നോട് ദോഷം തോന്നരുത്. കാരണം നിങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളിൽ പലരുമാണ് ഇത് വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൊണ്ടുവാ റെസ്റ്റൊക്കെ കൊണ്ടുവായോ. ഗ്രേ കളർ കണ്ടോ, സെമി ടസറിൽ കാന്താ വർക്ക് ചെയ്ത ഗ്രേ കളർ. ഈ കോട്ടൺ പ്രേമികൾക്കും അങ്ങനത്തെ ഉള്ളവർക്കും ഡെയിലി വെയർ ആയിട്ടോ ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ ഉടുക്കാം. ഇത് കണ്ടോ, ഇത് മുഴുവൻ ത്രെഡാണ് പോയിരിക്കുന്നത്, കൈകൊണ്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നു. ഇതിൻ്റെ ഇപ്പം ഗ്രേയും അതിൻ്റെ കൂടെ കുറേ കളറുകളുടെ മിക്സഡ്. ഇത് മുന്താണി സെമി ടസറിൽ. ഇത് ചില കളർ വരുമ്പോൾ ആ കളറിന് ഭയങ്കര ഒരു എടുപ്പാണ്. ചില കളർ വരുമ്പം കളർ ഇച്ചിരി, അതാണ് അതിൻ്റെ ഒരു ബൂട്ടി എന്ന് പറയുന്ന പോലെ
അതിൻ്റെ ബൂട്ടി അങ്ങനെ ലൈറ്റായിട്ട് നിൽക്കുന്നതാണ്. ഇത് സിമൻറ്റ് കളർ. രാത്രി 8:30 മണിയായി സമയം. ആ സമയത്ത് നിന്ന് ഞാൻ വീഡിയോ എടുക്കുക. എന്തല്ലേ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പരിപാടി. വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടേ സമയമുള്ളപ്പോൾ അങ്ങ് എടുക്കുക. ഇത് മുന്താണിയേ. എൻ്റെ ഒത്തിരി ചേച്ചിമാരുണ്ടല്ലോ. ഒരു ചേച്ചിമാരെ ഇപ്പം അത് ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ ഒരു ശാലിനി ചേച്ചി, ലളിതാമ്മ, പിന്നെ ശാന്തി ചേച്ചി. ചേച്ചി എന്ന് വിളിക്കുന്ന എനിക്ക് അവരെ കാര്യം കണ്ടു പരിചയമില്ല. ലളിതാമ്മ എനിക്കറിയാം, നമ്മുടെ സ്വന്തം പാർട്ടിയാണ്. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ബിന്ദു മുരളീധരൻ എന്ന് പറയുന്നൊരു ചേച്ചി. ആ ചേച്ചി ഞങ്ങളുടെ എൻ്റെ സ്റ്റാഫ് പറയുന്നത് കേട്ടോ, നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. സ്ഥിരം കമൻ്റൊക്കെ അയക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവരെല്ലാം പേര് ഓർമ്മയുണ്ട് നല്ലപോലെ. ഒത്തിരി പേരുണ്ട്, മറന്നുപോയി. അങ്ങനെ കമൻ്റ് അയക്കുമോ ചേച്ചി? അയക്കുമോ? ഇത് മുന്താണി കേട്ടോ, സിമൻറ്റ് കളറിൻ്റെ മുന്താണി. ഇത് ഓടിയത് കാണിച്ചില്ല. ക്യാമറ ഉഴപ്പ് കാണിച്ചാൽ ഞാനിവിടെ എന്ത് ചെയ്യും? ഇത് ബോഡി. 8 മണിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അമർഷം തീർക്കുന്നത് എങ്ങനെയാണ്? ഇത് മുന്താണി. അയ്യോ, ബ്ലൗസ് ഞാൻ കാണിച്ചില്ലല്ലോ. ബ്ലൗസ് ഇതാട്ടോ, പ്ലെയിൻ. എല്ലാത്തിനും പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വരും, കണ്ടോ? ഇത് കൂട്ടിപ്പിടിക്കണേ, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ കടയിൽ. ഇതിൻ്റെ ഇഷ്ടം പോലെ ഇതിരിപ്പുണ്ട് കേട്ടോ. കടയിലൊന്നും ഉള്ളതല്ല ഇത് വേറെയാണ്. പിന്നെ ഇത് ഒനിയൻ അല്ല, റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഒനിയൻ എന്ന് പറയാൻ പറ്റും. റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി ഇത്, ബോഡി ഇത്. സെമി ടസറിൻ്റെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ്റെ സൈഡിൽ ഈ ഒരു ചെറിയ ബോർഡർ, ചിന്ന ബോർഡർ. ഈ സിമെൻറ്റ് ഷെയ്ഡിനോട് ഭയങ്കര അട്രാക്ഷൻ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം സിമെൻറ്റ് ഷെയ്ഡ് കൂടുതൽ വരുത്തിയത്. ഇത് മുന്താണിയേ. സിമെൻറ്റ് കളർ അല്ല, ഇതിന് സിമെൻറ്റ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? ആഷ അല്ലേ? ഗ്രേ അല്ലേ? സിമെൻ്റ് അല്ലല്ലോ. എന്നാ കേട്ടിട്ടാണോ നിൽക്കുന്നത്? ഇത് മുന്താണി. ഈ ഉടുത്ത് വെക്കാൻ ഇതൊരു ഉടുത്ത് വെക്കുമ്പോൾ നമുക്ക്, പക്ഷെ ഉടുത്ത് വെച്ചാൽ അവിടെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. ഇത് ബോഡി. ഇത് മാറ്റിക്ക്. ഇതിനൊരു ഡാമേജ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ പീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ട. കണ്ടോ ഇതിന് വേറെ പീസുണ്ടല്ലോ അല്ലേ? ഇഷ്ടംപോലെ പീസുണ്ടോ? ഇത് കണ്ടോ മുന്താണി. ഈ ഒരു പീസിനായിരിക്കും ചിലപ്പോൾ. എല്ലാം ചെക്ക് ചെയ്തിട്ട് അയച്ച ശേഷം മതി. അതും കൂടി ഇതാ. നമ്മൾ 90% നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് അയക്കുന്നത്. പിന്നെ ഒത്തിരി അയക്കാനുള്ള ദിവസം ചിലപ്പോൾ നടക്കത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ചും വേണം. അങ്ങനെയും കൂടെ വരുമ്പോഴത്തേനും നമുക്ക് എല്ലാം, ഈ സാരിയൊക്കെ ആണെങ്കിലേ ഫുള്ള് അഴിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ ഡാമേജ് കണ്ട് അപ്പോഴേ പറയും, മാറി തിരിച്ചയച്ചോളാൻ പറയും. പിന്നെ ചുമ്മാ വന്നിട്ട് എനിക്കിതിൻ്റെ കളർ ഞാൻ ഉദ്ദേശിച്ചല്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളതുപോലെ അത്രയും ഒരുമാതിരി വിശദീകരിച്ചൊക്കെ അല്ലേ കാണിക്കുന്നത്. ഇതെന്താ കളറാ? ഇതെന്നാ കളറാ? സ്ലൈറ്റിൻ്റെ കളറോ? അല്ലേ? സ്ലൈറ്റിൻ്റെ കളറല്ലേ? ഒരു സൈസ് ബ്ലാക്കിഷ് കളർ അല്ലേ? സ്ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്ലൈറ്റ് ഇല്ലാതെയാണ് പഠിച്ചത്. അതിൻ്റെ കുഴപ്പം എന്നത് ഇനിയൊക്കെ സഹിക്കുന്നത് അല്ലേ? അയ്യോ, കണ്ടോ? ഓറഞ്ച് പീച്ചിൻ്റെ ഒരു
വേറെ വർക്കത്തെ കൂടെ പോകും. മുന്താണി ഡാർക്ക് ആഷ് കളറാട്ടോ, പ്ലെയിൻ ആണ് ബ്ലൗസ്. ഞാൻ കാണിച്ചില്ലേലും ഓർത്തോ ഇത് പ്ലെയിനാണ് ബ്ലൗസ്. അത് ഇതും സെയിം അല്ലേ? നോക്കി, സെയിം അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? വല്ല നോക്കിയിട്ടാണോ ഇല്ലയോ പറയും, ചുമ്മാ കിടന്ന് തലയാട്ട. ഇത്രയല്ലേ ഉള്ളൂ. അപ്പം എന്തോ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. നമ്മൾക്ക് വാട്സപ്പ് കോള് വഴി ബുക്കിംഗ് ഇല്ല. വാട്സപ്പ് മെസ്സേജ്, വോയിസ് മെസ്സേജ് ആകാം, എന്ത് മെസ്സേജും ആകാം. വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമേ ബുക്കിംഗ് ഉള്ളൂ. ബുക്കിംഗ് മാത്രമല്ല, ഫർദർ എൻക്വയറി എന്ത് കാര്യമാണേലും വാട്സപ്പ് വഴി ബുക്കിംഗ് ഉള്ളൂ. വയ കോൾ വഴി ബുക്കിംഗ് ഇല്ല, ബുക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ എന്താവശ്യത്തിന് വേണേലും വാട്സപ്പ് മെസ്സേജ് അയച്ചോ, അതിന് റിപ്ലൈ കിട്ടിയിരിക്കും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ലാൻഡ് ഫോണിൽ നിന്നാണെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ വേറെ ഡെസ്പാച്ച് ചെയ്യുന്ന അവിടുത്തെ നമ്പറിൽ നിന്നോ അങ്ങനെയൊക്കെ പലതിൽ നിന്നും പല കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സ്കിൻ ഫിറ്റ് ബ്ലൗസ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടേ. നമ്മുടെ മറ്റേ ബ്ലൗസിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേ സ്കിൻ ഫിറ്റ് ഞാൻ മനഃപൂർവ്വം എല്ലാം കൂടെ പറ്റിയില്ലായിട്ട് മാറ്റി വെച്ചാൽ ശനിയാഴ്ച കാണിക്കാമെന്ന് വിചാരിക്കുന്നു. മുന്നേറെ ഞാൻ പറയുന്നില്ല ഒന്നും, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ട് കടന്നില്ല. അതുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു.